എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീണ്ടും ഇന്ന് ക്ലാസ് തുടങ്ങുകയാണ്. ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് സ്കന്ധം 5 മൂന്നാമത്തെ അധ്യായമാണ്. മൂന്നാമത്തെ അധ്യായം നമുക്ക് വായിക്കാം. ഓം വിഘ്നേശ്വരായ നമഃ. ഓം സരസ്വതിയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം അമൃതേശ്വരേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അത തൃതീയോധ്യായഃ. ശ്രീശുകോവാച. നാഭീരവത്യകാമോ പ്രജയാം മേരുദേവ്യാ ഭവന്തം യജ്ഞപുരുഷ അവഹിതാത്മാ യജതഃ. തസ്യ ഭാവശ്രദ്ധയാം വിശുദ്ധഭാവേന യജത പ്രവർഗേഷു പ്രചരൽസോ ദ്രവ്യദേശകാല മന്ത്രത്വിഗ്ദക്ഷിണാവിധാനയോഗോ ഭവത്യാം. ദുരധികമോ വിഭഗവൻ ഭാഗവതവാത്സല്യതയാം സുപ്രതീക ആത്മാനമപരാജിതം നിജ്ജനാഭിപ്രേതാർത്ഥവിദിത്സയാം ഗൃഹീത ഹൃദയംഗമം മനോനയനാനന്ദാവയവാഭിരാമം അവിശ്ചകാരഃ. അധഹതമാവിഷ്കൃത ഭുജയുഗളദ്വയം ഹിരൺമയം പുരുഷവിശേഷം കവി കൗശേയാംബരധരമുരസീം വിലസൽ ശ്രീവത്സലലാമം അനുവരുഹവനമാലാം സൂര്യ മൃതമണിഗദാദിവിരുപലക്ഷിതം സ്ഫുടകിരണപ്രവരമുകുട കുണ്ടലകടകടിസൂത്രഹാരകേയൂരനീപുരാധ്യാംഗ ഭൂഷണവിഭൂഷിതമൃത്യുക്സദസ്യ ഗൃഹപദയോധനാം ഈവോത്തമധനമുപലഭ്യ സ ബഹുമാനാർഹണേനാവദതി ശീർഷാണാം ഉപദസ്തൂം ഋതുജൗജൂം. അർഹസി മുഹുരർഹർത്തമാർഹണമാസ്മാകമനുവദാനാം നമോ നമ ഇത്യേതവത്സദുപശിക്ഷിതം കോർഹതി പുമാൻ പ്രകൃതിഗുണവിദ്യാകരം അതിരനീശ ഈശ്വരസ്യ പരസ്യ പ്രകൃതിപുരുഷയോരർവാക്തനാഭിർനാമ്യരൂപാകൃതിഭിരൂപനിരൂപണഃ. സകലജനനികായ വ്യജിന നിരസ അശിതവ മമ പ്രവര ഗുണഗണൈകദേശകഥാനാതൃതേ പരിജനാനുരാഗ വിരചിത ശബള സംശബ്ദ സലിലസിത കിസലയ തുളസീം കദുർ ഉർവാങ്കുരൈരഭിസംവൃതയാം സപര്യയാം കില പരമ പരിതുഷ്യസി. അദാനയാഭിനഭവത ഈജയോരുഭാരവരയാം സമുചിതമർത്ഥമിഹോബല ഭാമഹേം ആത്മാന ഏവാനുസവനമഞ്ജസാം വ്യതിരേകേണ ബോഭൂയമാനാം ശേഷ പുരുഷാർത്ഥസ്വരൂപസ്യ കിന്തു ജ്ഞാതാശേഷ ആശാശാസനാം മേധതാഭിസംരാധനാമാത്രം ഭവിതുമർഹതീം. തദ്യതാം ബലിശാനാം സ്വയം ആത്മനശ്രേയ പരമവിദുഷാം പരമപുരുഷപ്രകർഷ കരുണയാം സ്വമഹിമാനം ജാപവർഗാഖ്യമുപകൽപ്പയിഷ്യൻ സ്വയം ഭജിത ഏവേതരവധിഹോപലക്ഷിതകാം. അദായമേവ വരോ ഹ്യർഹത്തമ യർഹി ബർഹിഷിരാജർഷേർ വരദർശഭോം ഭഗവാൻ നിജപുരുഷേക്ഷണ വിഷയാസീത് അസംഗനിശിതജ്ഞാനാവലവധൂതാശേഷമലാനാം ഭവൽ സ്വഭാവാനാം ആത്മാരാമാണാം മുനീനാം അനവരത പരിഗുണിതഗുണ പരമമംഗളായന ഗുണഗണ കഥനോസീം. അത കഥശ്ചിസ്ഖലനക്ഷുത്പതന ജിമ്രണ ദുരവസ്ഥാന ആദിഷൂം വിവശാനാം ന സ്മരണായ ജ്വരമരണദയായാമഭി സകല കശ്മല നിരസനാനി തവ ഗുണകൃതാനാമേദയാനി വചനഗോചരാണി ഭവന്തോ. കിഞ്ചായാം രാജർഷിരപത്യകാമപ്രജാം ഭവാദൃശീം ആശാസനാം ഈശ്വര ആശിഷാം സ്വർഗാപവർഗയോരഭിഭവന്തമുപധാവതി പ്രജായാമർത്ഥ പ്രത്യയോ ധനദമിവാദനഫലീകരണം കോ വാ ഇഹ തേ പരാജിതോ അപരാജിതയാം മായയാനവസിത പദവ്യാനാവൃതമതിർവിഷയവിഷരയനാവൃത പ്രകൃതിരനുപാസിത
महच्चरणकां यदुकभावतव पुनरदभ्रकर्तरिह समाहूतस्तत्रार्थधियां मन्दानां समस्तदेवहेलनं देवदेवार्हसि साम्येन सर्वान् प्रतिवोढुमविदुषां श्रीशुगोवाचाम् इति निगदेनाभिष्टूयमानो भगवान् अनिनिमिषशर्पो वर्षधरां दिवादिता अभिवन्दितचरण सदयमिदमाह श्रीभगवानुवाचाम् अहोबदाहमृषयो भगवल्भिरविदगीर्भिर्वरम् असुलभमभियाचितों यदमुष्यात्मजो मयां सदृशं भूयादिति ममाहमेवाभिरूप कैवल्याददाभिब्रह्मवादो न मृषा भवितुमर्हति ममैव हि मुखं यद्विज देवकुलं तदाग्नीन्द्रियास्मकलयावदरिष्यामात्मतुल्य अनोबलमनघां श्रीशुगोवाचाम् इति निशामयन्त्यां मेरुदेव्यां पदिमभिधायन्तर्तते भवान् बर्हिषिं तस्मिन्नेव विष्णुदत्त भगवान् परमर्षिभिं प्रसादितो नाभे प्रियचीकर्षय तदवरोधायने मेरुदेव्यां धर्मानन्दाशयितुकामो वदरशनानां ब्रह्माणां ऋषीणाम् ऊर्ध्ववन्दिनां शुक्लयां तनुवावतारका इति श्रीमद्भगवते महापुराणे परमहंससंहितायां पञ्चमस्कन्धे नाभिचरिते ऋषभावतारो नाम तृतीयोऽध्यायः सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्दക. നമുക്കിനി വായിച്ചതിൻ്റെ അർത്ഥമൊക്കെ നോക്കാം. അപ്പോൾ നമ്മളെവിടെയാണ് നിർത്തിയത്? അഗ്നീന്ദ്രൻ്റെ മക്കൾ രാജാവായി. അങ്ങനെ അതിൽ പ്രധാനപ്പെട്ട ആളായിരുന്നു നാഭി എന്ന് പറഞ്ഞ രാജാവ്. സാധാരണ നമ്മൾ ഈ രാജാക്കന്മാരുടെ കഥയിൽ ആദ്യത്തെ മൂത്ത പുത്രനാണ് രാജാവാവുക. അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. അപ്പോൾ രാജാവിൻ്റെ മൂത്ത പുത്രൻ അടുത്ത രാജാവാകും. പിന്നെ മറ്റുള്ളവരൊക്കെ രാജാക്കന്മാർ തന്നെ ആയിരിക്കും. അവർക്കും ഓരോ സ്ഥലങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെ അവരുമൊക്കെ രാജാവാകും. അപ്പോൾ ഇവിടെ ഈ നാഭി എന്ന് പറഞ്ഞ അഗ്നീന്ദ്രൻ്റെ മകൻ നാഭി മേരുദേവി എന്ന ഒരു സ്ത്രീ വിവാഹം കഴിച്ചു. അങ്ങനെ നാഭിക്കും മേരുദേവിക്കും മക്കളില്ലാതിരുന്നു കുറേ കാലം. അപ്പോൾ രാജാവ് ആകുമ്പോൾ അവർക്ക് മക്കളില്ലെങ്കിൽ പിന്നെ അനന്തരാവകാശം ഇല്ലാതാവും അല്ലേ. അപ്പോൾ അവർക്ക് മക്കളില്ലാത്ത ദുഃഖം കൊണ്ട് അവർ വളരെയധികം ഭഗവാനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ചു. ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലേ. നമ്മൾ ഭഗവാന് വേണ്ടിയല്ലേ എല്ലാം. നമ്മൾ എന്തെങ്കിലും ഭഗവാന് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്തിനു വേണ്ടിയായിരിക്കും? നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാൻ അവിടെ ഉണ്ടാവും അല്ലേ. അല്ലാതെ വെറുതെ നമ്മൾ ഭഗവാനെ വിളിക്കുന്നതായിട്ട് ആരെയും കാണാൻ പറ്റില്ല. അതാണ് നമ്മൾ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഭഗവാനെ വിളിക്കും. അതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാനെ പ്രീതിപ്പെടുത്താൻ എന്താണ് പെട്ടെന്ന് ചെയ്യേണ്ടത്, നമ്മുടെ കാര്യം എങ്ങനെ നടക്കണം, ഇതേ നമ്മൾ ആലോചിക്കാറുള്ളൂ. പക്ഷേ ഇവിടെ അവരും അതുപോലെ തന്നെയാണ്. നാഭിയും മേരുദേവിയും ഭഗവാനെ പൂജിക്കുമ്പോൾ അവർക്ക് തോന്നുകയാണ് നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഭഗവാനെ പൂജിക്കാൻ പാടില്ല. എല്ലാവരും അങ്ങനെയാണല്ലോ പറയുക. അതായത് ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ഭഗവാനെ നമ്മൾ പാടില്ല. ഭക്തി എങ്ങനെയുള്ളതായിരിക്കണം? അനന്യമായ ഭക്തിയായിരിക്കണം, കാര്യസാധ്യ ഭക്തി ആയിരിക്കരുത് എന്നൊക്കെ നമ്മൾ ഓരോ അധ്യായങ്ങളിലൊക്കെ പഠിച്ചതല്ലേ അല്ലേ അതൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ മേരുദേവിക്കും നാഭിക്കും അവരൊക്കെ ആത്മീയമായ അടിത്തറ ഉള്ളവരാണെന്ന് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞു വന്നു അല്ലേ. പ്രിയംവ്രതം തൊട്ട് എല്ലാവരും നാരദ മഹർഷിയോടുമൊക്കെ. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ അത്യാവശ്യമായൊരു ആഗ്രഹമാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ പൂജകളും യജ്ഞങ്ങളും ഒക്കെ ചെയ്യാമെന്ന്. ഇപ്പോൾ അതായത് ശ്രീരാമൻ്റെ അച്ഛന് അദ്ദേഹത്തിന് ദശരഥ മഹാരാജാവിന് മക്കളില്ലാതിരുന്നപ്പോൾ പറഞ്ഞു, ശരി മക്കളുണ്ടാവേണ്ടത് ഒരു അത്യാവശ്യ കാര്യം തന്നെയല്ലേ, അതൊരു അത്യാഗ്രഹമല്ലല്ലോ. അപ്പോൾ പിന്നെ അതിലൊരു അത്യാഗ്രഹം കൂടി ഉണ്ട്, നല്ല മകനുണ്ടാവണേ എന്ന് കൂടി നമ്മൾ പ്രാർത്ഥിക്കണം അല്ലേ. ഇവിടെ നാഭിയും മേരുദേവിയും കൂടി എങ്ങനെ പ്രാർത്ഥിച്ചത്? ഭഗവാൻ തന്നെ തനിക്ക് മകനായിട്ട് വരണം എന്ന്. അപ്പോൾ അവരുടെ എന്നിട്ട് പറയണം, അയ്യോ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ ഭഗവാനെ എന്ന് ഇടയ്ക്ക് ചോദിക്കുകയാണേ. ഭഗവാനെ ഞങ്ങൾക്കൊരു മകനെ വേണം, പക്ഷേ അത് സാധാരണ മകൻ പോരാ, ഞങ്ങൾക്ക് എന്ത് വേണം? ഭഗവാനെ തന്നെ വേണം എന്ന്. അപ്പോൾ നോക്കൂ, നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ അതൊരു തെറ്റല്ല എന്നാണ് പറയുന്നത്. നമുക്ക് വേണ്ടത് ആരെയാ? ഭഗവാനെ തന്നെ വേണം.
പിന്നെന്താ പറയുന്നത്, അവർ പൂജകളൊക്കെ ചെയ്തു. എന്നിട്ട് അവർക്ക് ഭഗവാൻ തന്നെ അപ്പോൾ കുറേ യജ്ഞങ്ങൾ. അപ്പോൾ എന്താണ് നമ്മൾ ഈ യജ്ഞങ്ങൾ, പൂജകളെന്നൊക്കെ പറയുന്നത്? നമ്മളിപ്പോൾ വ്രതങ്ങളൊക്കെ എടുക്കാറില്ലേ, അതൊരു യജ്ഞമാണ്. പിന്നെ നമ്മൾ വ്രതങ്ങൾ, പൂജകൾ, പിന്നെ നമ്മൾ അമ്പലങ്ങളിൽ പോയിട്ട് വഴിപാടൊക്കെ ചെയ്യില്ലേ. അപ്പോൾ നമ്മൾക്ക് നേരിട്ട് പൂജ ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മൾ വേറെയുള്ളവരെ കൊണ്ട് പൂജ ചെയ്യിപ്പിക്കണം. അത് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അവിടെ നിൽക്കും, അതുപോലെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ അതൊരു പൂജ. അങ്ങനെയുള്ള പൂജകൾ ചെയ്യാം. പിന്നെ നമ്മൾക്ക് എന്താണ് ഈ പാരായണങ്ങളൊക്കെ. നമ്മളിപ്പോൾ നാരായണീയ പാരായണം, ഇപ്പോൾ നമ്മൾ ഭഗവാനോട് നാരായണീയം എഴുതിയ ഭട്ടതിരിപ്പാട് അല്ലേ, അദ്ദേഹത്തിൻ്റെ രോഗം ശമിക്കാൻ വേണ്ടി അദ്ദേഹം ഓരോ അധ്യായത്തിൻ്റെ അവസാനം അത് പറയുന്നുണ്ട്, ഭഗവാനെ ഞാൻ അവിടത്തേക്ക് ശ്ലോകങ്ങളാണ് അർച്ചനയായിട്ട് തരുന്നത്, അപ്പോൾ എനിക്ക് എൻ്റെ രോഗം മാറ്റി തരണേന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു? രോഗം മാറ്റി തരണമെന്നാണ്. ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളായിരിക്കും. അപ്പോൾ ആ ആവശ്യങ്ങൾ എങ്ങനെയുള്ള ആവശ്യങ്ങളായിരിക്കണം? അതായത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ആവശ്യങ്ങളായിരിക്കണമെങ്കിൽ, ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളത് ഒരു അത്യാഗ്രഹമല്ല, അതുപോലെ ഒരു ജോലി കിട്ടുക എന്നുള്ളത് അത്യാഗ്രഹമല്ല, അതുപോലെ ഒരു വിവാഹം കഴിയുക എന്നുള്ളത് അതൊന്നും അത്യാഗ്രഹങ്ങളല്ല. അപ്പോൾ അത്തരം ഒരു വീട് വയ്ക്കുക, അങ്ങനെയൊക്കെ നമ്മൾക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്നാലും ചിലപ്പോൾ ചിലർക്ക് ചില കാര്യങ്ങളൊന്നും സാധിക്കില്ല പെട്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്നാണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഭഗവാനെ പെട്ടെന്ന് പ്രസാദിപ്പിക്കാൻ വേണ്ടി തന്നെ നമ്മൾ എങ്ങനെ പൂജകൾ ചെയ്യണം. വളരെയധികം ഈ ഭഗവത്ഗീത അങ്ങനെയുള്ളത് വായിക്കുക, ഭാഗവതം വായിക്കുക, ഇതൊക്കെ പൂജയായി തന്നെ പെടും അതിൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറേ ചെയ്യുമ്പോൾ അതിൽ നേരത്തെ നമ്മൾ പല ഇതിലൊക്കെ പറഞ്ഞതാണ് ഭഗവാനെ വേണ്ടി എന്തൊക്കെ ചെയ്യണം. അതായത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഭഗവാനുള്ളത്. അപ്പോൾ ആ ഭഗവാനെയാണ് നമ്മൾക്ക് അറിയേണ്ടത്. അപ്പോൾ ഈ ചെയ്യുന്നതെല്ലാം തന്നെ നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് ഭഗവാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറേ പൂജകളൊക്കെ എന്തെങ്കിലും ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ പൂജകളൊക്കെ ചെയ്താൽ അത് ചെയ്യാൻ തോന്നിക്കുന്നത് ആരാണ്? ഭഗവാൻ തന്നെയാണ്. എല്ലാവർക്കും അങ്ങനെ തോന്നില്ലല്ലോ. അപ്പോൾ ചിലരൊക്കെ എങ്ങനെയാണ്, ഇപ്പം ഒരു ജ്യോത്സ്യൻ്റെ അടുത്തോ എവിടെയെങ്കിലും പോയി നമ്മൾ അപ്പോൾ പറയുകയാണ് നിങ്ങൾ ഇന്ന അമ്പലത്തിൽ പോയി ഇന്ന പൂജ ചെയ്യൂ എന്നങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ അത് തോന്നിയാലേ നമ്മൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുപോലെ വ്രതം എടുക്കുകയാണെങ്കിലും എന്തായാലും നമ്മുടെ മനസ്സിലിരുന്നു കൊണ്ട് അത് തോന്നിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് തോന്നിപ്പിക്കുന്നു? നമ്മളുടെ ആ കാര്യം സാധിക്കുമെങ്കിൽ മാത്രമേ ഭഗവാൻ നമ്മുടെ മനസ്സിൽ അത് തോന്നിപ്പിക്കുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് തോന്നിപ്പിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കണം എന്നുള്ളതൊക്കെ നേരത്തെ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. അപ്പോൾ ഒരു കാര്യം സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുജ്ജന്മ കർമ്മ ഫലങ്ങൾ കൊണ്ട് അതവിടെ ബ്ലോക്കായി നിൽക്കുകയാണ്. അപ്പോൾ അത് സാധിക്കുന്നില്ല. അപ്പോൾ എന്ത് വിചാരിക്കും? അപ്പോൾ നമുക്ക് ഒരു വിരക്തി വരും, വൈരാഗ്യം വരും. പിന്നെ നമ്മൾ പൂജയൊന്നും ചെയ്യാണ്ടാവും. ചിലരങ്ങനെയാണ്, എന്ത് പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ നമ്മൾ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എവിടെ എത്തി? ഒരു വിരക്തിയിലെത്തി. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആഗ്രഹങ്ങളൊക്കെ മായയാണെന്നും അതൊക്കെ തന്നെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഭഗവാനാണെന്നും ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ നമ്മൾ ആ വൈരാഗ്യത്തിലേക്ക് പോകും. അങ്ങനെ ആവുമ്പോൾ നമ്മൾക്ക് തോന്നും, എന്താണ് നമ്മൾ തോന്നുക? അപ്പോൾ മെല്ലെ മെല്ലെ നമുക്ക് ഭഗവാനെ പ്രത്യക്ഷമായി കിട്ടുമെന്നാണ് പറയുന്നത്. മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ മേരുദേവിയും നാഭിയും കൂടി ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഭഗവാൻ എങ്ങനെ പ്രത്യക്ഷമായി, ഭഗവത് സ്വരൂപം നമ്മുടെ മനസ്സിലാണ് ഈശ്വരൻ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കി തരും. അപ്പോൾ നമ്മളെ ഇതിലൊക്കെ കൊണ്ടുപോകുന്നതും ഈശ്വരൻ തന്നെയാണ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് വേണമെന്നാണ് പറയുന്നത്? നമ്മൾ നേരത്തേക്ക് എല്ലാ ഇതിലും പറഞ്ഞതാണ്, നമ്മളൊരു സ്വിച്ച് ഇട്ടാലേ ലൈറ്റ് കത്തുള്ളൂ എന്നുള്ളത്. സ്വിച്ച് ഇടേണ്ടത് നമ്മുടെ കയ്യിലാണ്. അപ്പോൾ നമ്മൾ ഏത് കാര്യത്തിനും ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഭാര്യയെ കിട്ടാൻ, ഒരു പുത്രനെ കിട്ടാനൊക്കെ ഭഗവാനെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ഭഗവാനെ ആശ്രയിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താ വരുള്ളൂ? നല്ലതേ വരുള്ളൂ. അപ്പോൾ എന്താണ് നല്ലത് വരിക? ഒടുവിൽ നമ്മൾ ഭഗവാനെ അറിയും. ആ അമരത്വത്തിലേക്ക് നമ്മളെ ഭഗവാൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മളൊരു അന്ധനാണെങ്കിൽ നമ്മളെ ഒരാൾ നമ്മൾക്ക് കണ്ണ് കാണില്ലെങ്കിൽ നമ്മളെ ഒരാൾ കൈപിടിച്ച് കൊണ്ടുപോകില്ലേ? അപ്പം നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. നേരത്തെ അധ്യായങ്ങളിലൊക്കെ നമ്മൾ നോക്കിയതാണ് അല്ലേ, നമ്മളൊരു മൂക്ക് കയറിട്ട കാളയെ പോലെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ നാഭിക്കും
മേരുദേവിക്കും ഭഗവാനെ പൂജിച്ചു പ്രത്യക്ഷനാക്കിയിട്ട് ഒരു ഭഗവാനെ ഞാൻ പറയുന്നത് അത്യാഗ്രഹമാണോ ഭഗവാനെ, അത്യാഗ്രഹമാണോ ഞാൻ പറയുന്നത്, എനിക്ക് ഭഗവാനെ പോലുള്ള മകൻ വേണം എന്ന് പറയുന്നു ഞങ്ങൾ. പക്ഷേ ഭഗവാനെ അത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം എന്നുകൂടി പറയാണ്. അപ്പോൾ ഭഗവാനെ വേണമെന്ന് പറയുന്നത് തെറ്റല്ല എന്ന് ഭഗവാൻ തന്നെ പറയാണ്. ഭഗവാൻ പറയാണ് പ്രത്യക്ഷമായിട്ട് ഭഗവാൻ അപ്പോൾ അവരോട് പറയാണ്, നിങ്ങളെ എന്നെപ്പോലുള്ള മകൻ വേണം പറഞ്ഞു. എന്നെപ്പോലെ ഞാൻ തന്നെ ഉള്ളൂ എങ്കിൽ എന്ത് ചെയ്യുക, അപ്പോൾ ഞാൻ തന്നെ എനിക്ക് അവതാരം എടുക്കണം. ഇപ്പോൾ ശ്രീകൃഷ്ണൻ അവതാരം എടുക്കുമ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ അല്ലേ നമുക്കറിയാം. ആ ദേവകിയുടെ 8ാമത്തെ പുത്രൻ കംസനെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കംസനെ അപ്പം കൊല്ലാൻ, അപ്പം ജനിച്ചു വരുമ്പോഴേക്കും തന്നെ എന്ത് ചെയ്യണം, കംസൻ കൊല്ലും എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലാണ് ജനിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ദേവകിക്ക് എന്തുകൊണ്ടാണ് ഭഗവാൻ അവതരിച്ചത്, ജന്മജന്മാന്തരങ്ങളിൽ പൂജ ചെയ്തിരുന്നു എന്ന്. അപ്പോൾ നമ്മുടെ ആഗ്രഹ പൂർത്തീകരണം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ ജന്മത്തിൽ നമ്മുടെ ആഗ്രഹം പൂർത്തീകരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അത് അടുത്ത ജന്മത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ മഹാന്മാരും അതുപോലെ തന്നെ മഹത് വ്യക്തികളും ഇതിലൊക്കെ പറയുന്ന കാര്യങ്ങളാണിത്. അപ്പോൾ നമ്മൾ ഓരോ ആഗ്രഹങ്ങൾക്ക് സാധിക്കാൻ വേണ്ടി പൂജ ചെയ്ത് അത് സാധിച്ചില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടരുത്. അപ്പം നമ്മൾക്ക് ഈ ആഗ്രഹം എന്നൊക്കെ പറയുന്നതും ജന്മജന്മങ്ങളിൽ ഇങ്ങനെ കലർന്നു കിടക്കുന്നതാണത്. അപ്പോൾ ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തെ ദുഃഖങ്ങളാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. ഇനി ഈ ജന്മം നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ ചിലപ്പോൾ അടുത്ത ജന്മം നമുക്ക് വരേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾക്ക് ആ ആഗ്രഹം ചിലപ്പോൾ അടുത്ത ജന്മത്തിലായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെയാണ് അതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഇനി എന്തിനാണ് ഈ അടുത്ത ജന്മത്തിലേക്ക് പോണത്? സാധാരണ നമ്മൾ ഇതുവരെയൊക്കെ പഠിച്ചു, ദേവാഹൂതിയുടെ കഥയിലൊക്കെ പഠിച്ചു. എന്താ പഠിച്ചത്? ജനന മരണം ദുഃഖമാണെന്ന് പറഞ്ഞു. ഗർഭപാത്രത്തിൽ കിടക്കുന്നതും അതുപോലെ അതൊക്കെ നമ്മൾ വിവരിച്ചതാണല്ലേ, ഇതിൽ കണ്ടതാണ്. ആ അവസ്ഥ ദുരിതമാണ്. അത് കഴിഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ദുരിതമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മരണം വരയ്ക്കുള്ള ജീവിതവും വളരെയധികം കഷ്ടം നിറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കഷ്ടം നിറഞ്ഞ ഭൂമിയിലെ ജീവിതം തന്നെ ഒരു കഷ്ടം നിറഞ്ഞതാണ്. അപ്പോൾ അതിലേക്ക് വരണോ വേണ്ടേ? അപ്പോൾ എന്താ പറഞ്ഞ മോക്ഷത്തിന് വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. ഇനി തിരിച്ചു വരാതെ പുനർജന്മമില്ലാതെ അവസ്ഥയിലേക്ക് എത്തണം. അതൊക്കെ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലൊക്കെ പറഞ്ഞതാണ്. എങ്കിലും പറയാണ്, പുനർജന്മം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഈ ആഗ്രഹങ്ങളെയൊക്കെ അതൊക്കെ ഒരു മായയാണെന്നും അതൊന്നും സാധിക്കാതിരിക്കുകയോ ചെയ്യട്ടെ എന്ന്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മളൊരു ആഗ്രഹം പെട്ടെന്ന് സാധിക്കണം എന്ന് പറഞ്ഞ് ചെയ്താൽ ചിലപ്പോൾ സാധിക്കാം, ചിലപ്പോൾ സാധിക്കാതിരിക്കാം. സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് കഴിഞ്ഞ ജന്മത്തിൽ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ അതൊക്കെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് വിധി എന്ന് പറയുന്നത് അല്ലേ. വിധി എന്ന് പറയുന്നത് തന്നെ ഈശ്വരനാണ്. പിന്നെ വിധിയെ വേണമെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റുമോ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചാൽ നമുക്ക് വിധിയെ മാറ്റാം. എങ്ങനെ വിധിയെ മാറ്റാം? വിധി നമ്മളെ, അതായത് അത് നമുക്ക് കാര്യമല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യും. എന്ത് സുഖദുഃഖങ്ങൾ വന്നാലും നമ്മൾ അതിനപ്പുറത്തേക്ക് പോവുക. ഈ വിധി എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് അയ്യോ എൻ്റെ വിധിയാണ് എൻ്റെ വിഷമം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ വിഷമത്തിനും അതീതമായ ആ മരത്വത്തിലേക്ക് നമ്മൾ പോകണം എന്നാണ് പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകണം. അതായത് ഇപ്പോൾ നമ്മൾ മഴ നനയുമ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കയറി കതകടച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മഴ നനയില്ലല്ലോ. മഴ അവിടെ തന്നെ ഉണ്ടാവും, പക്ഷേ നമ്മൾ മഴ നനയില്ല. അപ്പോൾ ആ മഴ നനയാതിരിക്കാൻ വേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ദുഃഖങ്ങൾ അവിടെ തന്നെ ഇരിക്കും, അതിനെ നമ്മൾ മനസ്സിലേക്ക് എടുക്കാതിരിക്കുക. അപ്പോൾ നമ്മളൊരു കുട പിടിച്ചാലും നമ്മൾ നനയാതിരിക്കുന്നത് പോലെ ആത്മീയതയാകുന്ന കുട കൊണ്ട് നമ്മുടെ മനസ്സിനെ കവർ ചെയ്യുക. അപ്പോൾ ആ മനസ്സ് എന്തായി? സന്തോഷമായി. പിന്നെ ആ മനസ്സിലേക്ക് ആ ദുഃഖങ്ങളെ കടത്തിക്കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പോൾ ആഗ്രഹങ്ങളില്ല, ഒന്നുമില്ല, ഭഗവാൻ മാത്രം. അപ്പോൾ ഒരവസ്ഥയിലാണ് ആരെത്തുന്നത്? മേരുദേവിയും അവരോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ അവതരിക്കും നിങ്ങളിലൂടെ. അത് നേരത്തെ നിശ്ചയിക്കപ്പെട്ടതാണ്. നിങ്ങൾ പൂജ ചെയ്തത് കൊണ്ടൊന്നുമല്ല. അപ്പോൾ നിങ്ങളിങ്ങനെ എനിക്ക് പൂജ ചെയ്തത് കൊണ്ട് മാത്രമല്ല ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നത്, എനിക്ക് ഭൂമിയിൽ അവതരിക്കണം, അതുകൊണ്ടാണ് ഞാൻ അവതരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പൂജ ചെയ്താലും പൂജ ചെയ്തില്ലെങ്കിലും ആരുണ്ട്? ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ഇങ്ങനെയാണ്, നമ്മൾക്ക് കണ്ണ് കാണാത്തൊരാൾ, നമ്മളെ വേറൊരാൾ നമ്മളെ നയിക്കുന്നത് പോലെയാണ് നമ്മുടെ ജീവിതം. നമ്മൾ ഈ കാണുന്നതൊക്കെ എല്ലാം ഒരു മായയാണ്.
എല്ലാം നമ്മളെ കൊണ്ട് ഭഗവാൻ ചെയ്യിപ്പിക്കുന്നതാണ്, എല്ലാം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് നമ്മൾ പോകാതിരിക്കുക, മനസ്സിനെ അതിലേക്ക് മാറ്റി, അതിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് മനസ്സിൻ്റെ സ്ഥിതിയെയാണ് നമ്മൾ ഭഗവാനിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ പിന്നെ നമുക്ക് ദുഃഖങ്ങളായിട്ട് വരില്ല. അങ്ങനെ മേരുദേവിയോടും നാഭിയോടും ഭഗവാൻ പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്ക് ഞാൻ പുത്രനെ അവതരിക്കും, അത് നേരത്തെ നിശ്ചയിക്കപ്പെട്ടതാണ്, അല്ലാതെ നിങ്ങളെ പൂജ ചെയ്തുകൊണ്ടൊന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ തന്നെ ഭഗവാനാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ വെറുതെ സ്വിച്ചിട്ടാൽ മതി, നമ്മൾ ഭഗവാനെ വിളിച്ചാൽ മാത്രം മതി, ഭഗവാൻ തന്നെ എല്ലാം ചെയ്തോളും. നമ്മൾക്ക് എന്തിനാണ് ടെൻഷൻ എടുക്കുന്നത് പിന്നെ? അപ്പോൾ അതാണ് നമ്മൾ ഇതെന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മേരുദേവിയിൽ നാഭിക്കും മേരുദേവിക്കും കൂടി ഭഗവാൻ ഋഷഭൻ എന്ന പേരിൽ അവതരിക്കുന്നതാണ്. അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ വായിക്കാൻ പോകാൻ ഋഷഭൻ്റെ അവതാരമാണ് അടുത്ത അധ്യായം. അപ്പോൾ ഭഗവാൻ തന്നെ ഋഷഭദേവനായിട്ട് അവതരിക്കുന്നതാണ് ഇനി നമുക്ക് വായിക്കാനുള്ളത്. അപ്പോൾ ഇതോടെ കഴിഞ്ഞു.